ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെറീസ് ആൻഡ് മോം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഇയർ നൈറ്റിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വർക്കല പാവനാശത്തടുത്തുള്ള സീപോൾ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പം പുറത്ത് നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു റിസോർട്ടാണിത്. അപ്പോൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത കുറച്ച് ഗസ്റ്റുകളും പിന്നെ കുറച്ച് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ സീയുടെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. താഴെ നല്ല തിരക്കാണ്. അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് ബ്ലോക്കാണ്. വണ്ടികളൊന്നും അങ്ങോട്ടേക്ക് വിടുന്നില്ല. ബാരിക്കേഡ് വെച്ചെല്ലാം മറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് വന്ന് താഴത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. മറിച്ചിരിക്കുക, ലിഫ്റ്റിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ താഴത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ആൾക്കാരാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വർക്കല വന്നിരിക്കുന്നതെന്ന്. ഇതിപ്പം പാവനാശത്ത് മാത്രമുള്ളതാണ്. പിന്നെ ക്ലിഫിലാണ് മെയിൻ ആഘോഷങ്ങൾ. അവിടെ DJയും പാട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം. പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു വൈബാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വർക്കല വന്നിട്ടുള്ളവർക്ക് അറിയാം ന്യൂ ഇയർ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കാൻ നേരത്തെ നമ്മൾ നേരെ ദംഷറാസ് ഗെയിമിലോട്ട് പോയി. ലിപ് മൂവ്മെന്റ് പാടില്ല. എന്തെങ്കിലും ഒരു ക്ലൂ പറഞ്ഞു തരാം. ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കാം. വാ തുറക്കുന്നത് രണ്ടെണ്ണം മുറിക്കണം. ഓക്കെ, രണ്ടാമത്തത് മണിച്ചിത്ര താഴാണോ? അറിയെങ്കിലല്ലേ പറയൂ. രണ്ട് മക്കള് സുരേഷ് ഗോപി പറ. ഇവിടെ അഭിനയിക്കുന്നു നോക്കട്ടെ. പഴയത് 90s. ആദ്യത്തെ വാക്ക്, ഫസ്റ്റ് വാക്ക്, ഒന്നാമത്തെ വാക്ക് ഒരു മറവത്തൂർ കനവ്. ഇങ്ങനെ പറയാ കിഴക്കാണ് ആദ്യം.
ഒന്നുകൂടി കിഴക്കുതിക്കും അത് ഓക്കെയാണോ? കിഴക്കുതിക്കും പറവ പക്ഷി പക്ഷി കിഴക്കുതിക്കും പക്ഷി അത് നമ്മൾ പറഞ്ഞില്ല ആദ്യമേ. ആരും അറിയില്ല. അങ്ങനെ നമ്മളെ ഫൺ ഗെയിം അവിടെ നമ്മൾ സ്റ്റോപ്പാക്കി. കാര്യം ന്യൂ ഇയർ എത്താൻ സമയമായി വരുന്നുണ്ട്. ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ താഴെ നല്ല DJയും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം 2025 എന്ന് പറയുന്ന വർഷം എല്ലാവരെയും പോലെ തന്നെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള വർഷമായിരുന്നു. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കുറേ വിഷമങ്ങളും അതിൽ നിന്ന് നമുക്ക് ഓരോ പാഠങ്ങൾ ഉൾക്കൊള്ളാനും കിട്ടിയൊരു വർഷവും കൂടിയായിരുന്നു. അതിൽ മെയിനായിട്ടും ഈ വർഷം തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും ഈ വർഷമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അതിൽ കൂടെ ഒരുപാട് സുഹൃത്തുക്കളെയും ഒക്കെ കിട്ടിയൊരു വർഷം കൂടിയാണ്. അപ്പോൾ താഴെ അവിടെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അപ്പം സമയമായിട്ടില്ല, അതിന് മുന്നേ തന്നെ ആൾക്കാർ ന്യൂ ഇയറിനെ വിഷ് ചെയ്തും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
ന്യൂ ഇയർ. അനു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മളിപ്പോ നിൽക്കുന്നത് വർക്കലയാണ്. ഇവിടെ ഇപ്പം ന്യൂ ഇയർ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം അവിടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു. വിളിച്ചു ചോദിക്കാം. ഹലോ മാഡം, മാഡം ഇങ്ങോട്ട് നോക്കൂ. മാഡത്തിന്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആണോ? വർക്കലയിലെ ആദ്യത്തെ ന്യൂ ഇയർ ആയിരുന്നു. സൂപ്പർ അടിപൊളി. മാം ഒറ്റയ്ക്കാണോ ഇവിടെ വന്നത്? എൻ്റെ ഫാമിലി, എൻ്റെ നാത്തൂൻ, എൻ്റെ ഭർത്താവ് എല്ലാവരും. ഓക്കെ. അപ്പം അടുത്തൊരു ആള് വന്നിട്ടുണ്ട്. ഹലോ ഹായ്. മാം ഇവിടെ ആദ്യമായിട്ടാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ വർക്കലയില് ന്യൂ ഇയർ? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ആണോ? അതെ അതെ. മാം ആരോടെയാണ് വന്നത്? ചേട്ടനോടെ. ഓക്കെ, ചേട്ടൻ ഇവിടെ ഉണ്ട്. ഹലോ ചേട്ടാ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ആദ്യമായിട്ടാണോ ഞാൻ ഒരുപാട് തവണ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് വർക്കല ബീച്ചിൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. എൻ്റെ അടിപൊളി അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇതിനെല്ലാത്തിനും അവസരം ഒരുക്കുന്നത് നമ്മുടെ വിഷ്ണുചേട്ടനാണ്. വിഷ്ണുചേട്ടാ ഹലോ. രണ്ട് വാക്ക്. പോയി പോയി പുള്ളിയെടുത്ത് വെച്ചാൽ പുള്ളിയാണ് നമുക്ക് ഇത്ര മനോഹരമായ ഒരു ന്യൂ ഇയർ പാർട്ടി അറേഞ്ച് ചെയ്ത് തന്നത്. സൂപ്പറായിരുന്നു, അടിപൊളി, സൂപ്പർ. അപ്പൊ നിങ്ങൾ നല്ല പ്രൈവസി ഉള്ള സ്ഥലത്താണ് നിങ്ങൾ ഇവിടെ ന്യൂ ഇയർ ആഘോഷം. അതെ 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 അതെ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാതെ നിങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷം. അടിച്ചു പൊളിച്ച് ആഘോഷം. ഫാമിലി ആയിട്ട് വന്നു. അതെ, ഫാമിലി ആയിട്ട്. ഓക്കെ, എൻജോയ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹലോ, എങ്ങനെയുണ്ട് ന്യൂ ഇയർ? ചേട്ടൻ ആദ്യമായിട്ടാണോ ഇവിടെ? ന്യൂ ഇയറിന് ആദ്യമായിട്ടാണ്. ഇപ്പൊ ഒരു വയസ്സായി. എന്നോട് ചോദിക്കാം, ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ന്യൂ ഇയർ? ചേട്ടാ ഇവിടെ ആദ്യമായിട്ടാണോ ന്യൂ ഇയർ? ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് എവിടെയായിരുന്നു ന്യൂ ഇയർ ആഘോഷം വരുന്നത്? അവിടുത്തെ വൈബാണോ സൂപ്പർ? അതോ നമ്മുടെ വർക്കലത്തെ വൈബാണോ സൂപ്പർ? ഇവിടെ ആരോടെയാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയത്? ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? തല്ലിപ്പൊളി കൂട്ടരാണോ അതോ അടിപൊളി ഗ്യാങ്ങാണോ? അടിപൊളി. ഓക്കെ, അപ്പൊ ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഇനി ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ ബ്ലോക്കിൽ പെട്ടും. കാര്യം താഴേന്ന് ആൾക്കാരെല്ലാം കയറി വരുന്നുണ്ട്. അവരെല്ലാം വണ്ടി എടുത്ത് പോകുമ്പോൾ ബ്ലോക്കിലായി പോകും. അപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വർക്കല ക്ലിഫിൽ വന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വേറിട്ട അനുഭവം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഇനി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.